ഇന്നത്തെ നമ്മുടെ തക്കാളി കറിക്ക് 2 വലിയ തക്കാളിയാണ് ആവശ്യം. നമുക്ക് ആദ്യമേ ഈ തക്കാളിയുടെ തൊലിയൊന്ന് ഒരു പീലർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി എടുക്കണം. 2 തക്കാളിയുടെയും തൊലി നന്നായിട്ട് നമ്മളിങ്ങനെ കളഞ്ഞെടുത്തു. നമ്മൾ തക്കാളിയുടെ തൊലി പോകാനെടുത്ത് ചിലർ ചൂടുവെള്ളത്തിലേക്ക് ഒഴിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തക്കാളിയുടെ എല്ലാ ഗുണവും നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പീലറോ അല്ലെങ്കിൽ കത്തിയോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇതിന്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്താലും മതി. ഇനി നന്നായിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. അതെ, ഞാൻ തക്കാളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിലൊരു ചട്ടി വെക്കണം. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 8 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. സവാള നന്നായിട്ട് വഴന്നു വരട്ടെ. ആ സമയത്ത് ഞാനിവിടെ 3 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ വറ്റൽ മുളക് ഞാൻ മിക്സിയിൽ അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉലുവ പൊടിച്ചതാണ്. ഉലുവ പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ. ഉലുവ ചെറുതായിട്ട് പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. നമുക്ക് നന്നായിട്ടൊന്നിത് ഇളക്കി മിക്സ് ചെയ്യാം. 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചതച്ച നമ്മുടെ വറ്റൽമുളകില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചെടുത്ത വറ്റൽമുളക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വേണം വെക്കുവാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂണോളം ചേർത്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുവാൻ പോവുകയാണ്. അതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിനി തക്കാളി ഇതിലേക്ക് ചേർക്കാം. തക്കാളി നമ്മൾ നേരത്തെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഞാനിതിലേക്ക് ചേർത്ത് വെക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തക്കാളിയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മൂടി അടിച്ച് അടച്ചൊന്ന് നമുക്ക് ഒരു 5 മിനിറ്റ്. നമ്മുടെ തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറക്കാൻ പോവാണ്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിക്കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പെട്ടെന്ന് തന്നെ ഈ തക്കാളി വേഗം, കാര്യം നമ്മളിതിൻ്റെ തൊലി കളഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തക്കാളിക്കറി വെന്ത് കിട്ടും. നല്ലൊരു പുളിയും നല്ലൊരു എരിവും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാമേ. അപ്പോൾ തക്കാളിക്കറി കണ്ടു, നല്ല കുഴമ്പ് രൂപത്തിലുള്ള തക്കാളിക്കറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചോറിനെ കൂടെയൊക്കെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കറി ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ ഒരു തക്കാളിക്കറി മാത്രം മതി.